തിരുവനന്തപുരം ജില്ലയിലെ ഒരു സാഹിത്യകാരനെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം. സുഗതകുമാരി. തിരുവനന്തപുരം ജില്ലയിൽ 1934 മലയാളത്തിലെ പ്രശസ്ത കവിയും പരിസ്ഥിതി സ്ത്രീ പ്രശ്നങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്നു സുഗതകുമാരി. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെയും സംസ്കൃത പണ്ഡിതയായ VK കാർത്യായനിയമ്മയുടെയും മകളാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു. പുരസ്കാരങ്ങൾ. സാഹിത്യ അക്കാദമി. കൊല്ലം ജില്ലയിലെ ഒരു സാഹിത്യകാരനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ONV കുറുപ്പ്. കൊല്ലം ജില്ലയിലെ ചവറയിൽ 1931 ജനിച്ചു. കവി, ചലച്ചിത്ര ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഒറ്റപ്പിളക്ക് നീലകണ്ഠൻ വേലുകുറുപ്പ് എന്നാണ് പൂർണ്ണനാമം. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു കടമേട്ട രാമകൃഷ്ണൻ. ജനനം മാർച്ച് 22, 1935. കാവ്യരചനയേക്കാൾ നാടോടി കലാരൂപങ്ങളുടെ താളം കവിതയിൽ. ആലപ്പുഴ ജില്ലയിലെ തകഴി ശിവശങ്കര പിള്ളയാണ് ഞാൻ ഇന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. 1912 ഏപ്രിൽ 1 തകഴിയിൽ ജനനം. 600-ലധികം ചെറുകഥകൾ എഴുതി. കയർ, ചെമ്മീൻ എന്നിവ പ്രധാന കൃതികളാണ്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1999 ഏപ്രിൽ 10 അന്തരിച്ചു. കോട്ടയം ജില്ലയിലെ സാഹിത്യകാരനെ പരിചയപ്പെടാം. വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജനുവരി 2 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലവരപ്പറമ്പിൽ ജനിച്ചു. സാധാരണക്കാർക്ക് വായിക്കാവുന്ന രീതിയിലായിരുന്നു ബഷീറിന്റെ രചനകൾ. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ ഒരു സാഹിത്യകാരനെ പറ്റിയാണ് ഞാൻ ഇതോടെ പറയാൻ പോകുന്നത്. മലയാള കവിതയിലെ ശ്രീ എന്നറിയപ്പെട്ട മലയാള സാഹിത്യകാരനായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 1917 മെയ് 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ കൊച്ചുകുട്ടൻ കർത്തയുടെയും നാടിക്കുട്ടിയമ്മയുടെയും പുത്രനായി ജനിച്ചു. സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം 1931 അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു. സാധാരണക്കാരുടെ, അധ്വാനിക്കുന്നവരുടെ കവിയായിരുന്നു വൈലോപ്പിള്ളി. ഗ്രാമവും ഗ്രാമീണതയും കാർഷിക സംസ്കൃതിയും അദ്ദേഹത്തിന്റെ കവിതകളിൽ തെളിഞ്ഞു കാണാം. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, മാണിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, മാമ്പഴം, കണ്ണീർപ്പാടം, വിത്തും കൈക്കൊട്ടും, സഹ്യന്റെ മകൻ, ഓണപ്പാട്ടുകാർ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. ശബ്ദ സൗന്ദര്യം, ഭാവസൗന്ദര്യം, ശാസ്ത്രീയ ചിന്ത തുടങ്ങി നിരവധി ഗുണങ്ങൾ ഒത്തിണങ്ങിയ വൈലോപ്പിള്ളി കവിതകളെ എല്ലുറപ്പുള്ള കവിത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശ്രീമതിയുടെയും മകനായ 1903 ജൂലൈ 17 ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഭൗതിക ശാസ്ത്രത്തിൽ 20 കോളേജുകൾ അധ്യാപകനായി ജോലി ചെയ്തു. അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. നവജീവൻ തുടങ്ങിയ ദിനപത്രങ്ങളുണ്ട്. വിവിധ സാഹിത്യ മാസികകളുടെയും ഒരു സാഹിത്യകാരനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. വെള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക മലയാള കവിത്രയും പ്രധാനിയും സ്വതന്ത്ര സമര സേനാനിയുമായ മഹാനായ വ്യക്തിയാണ് കേരളഭാഗം എന്നറിയപ്പെടുന്ന വെള്ളത്തോൾ നാരായണമേനോൻ. 1822 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തൃശ്ശൂർ മംഗലം എന്ന ഗ്രാമത്തിൽ കടുങ്ങോട്ട് മനുശ്ശേരി ദാമോദരൻ പിള്ളേരിന്റെയും കുട്ടിപ്പാറു അമ്മയുടെയും മകനായി വെള്ളത്തോൾ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതാൻ തുടങ്ങി. വയനാട് നമ്മുടെ മനസ്സിൽ നീറുന്ന ഓർമ്മകളായി ജില്ല. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. അവിടുത്തെ ഒരു സാഹിത്യകാരനെ പരിചയപ്പെടാം.
ചാലികഥ എന്ന ഒറ്റ കഥയിൽ പറയുന്ന ദ്വീപിന് സമീപം കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ചാലികഥ ജീവിക്കുന്ന കവി. പ്രമുഖ മലയാള ഭാഷക്കാരിലാണ് പ്രതിഭാസനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ കൃതികളിൽ സാഹിത്യകാരനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 1906 ഒക്ടോബർ 25 കാസർഗോഡ് ജനിച്ചു. താമരത്തോണി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അന്ത്യത്തിരി, ഓണസദ്യ, കളിയച്ചൻ, നിറപറ, പൂക്കളം. ഒരു സാഹിത്യകാരനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കലയെയും സാഹിത്യത്തെയും നെഞ്ചോട് ചേർന്ന നാടാണ് കോഴിക്കോട്. ഒരു ദേശത്തിന്റെ കഥാകാരൻ കൊറ്റക്കാരന്റെ നാട്. ഇന്നെത്തിയ കഥാകാരനെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സുൽത്താനായി വാഴിച്ച നാട്. മലയാള സാഹിത്യത്തിന്റെ കരുത്തായ നാടകാചാര്യൻ KD മുഹമ്മദിന്റെ നാട്. 1913 മാർച്ച് 14 കോഴിക്കോട് ഒരു പ്രശസ്തരീയ കുടുംബത്തിൽ ജനിച്ചു. അച്ഛൻ രാമൻ കൊറ്റക്കാട് ജില്ലയിലെ കവിയാണ്. ഇതിന്റെ ജീവചരിത്രക്കുറിപ്പിലെ ചില ഭാഗങ്ങളാണ്. മണിയമ്പത്ത് കൃഷ്ണന്റെയും കുമ്പാത്തിയുടെയും മകനായ 1940 അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2006 ഒക്ടോബർ മുതൽ 2019 മാർച്ച് വരെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി